ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓർക്കേണ്ട 10 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സെപ്റ്റംബർ 15 റിട്ടേൺ നൽകേണ്ട അവസാന തീയതി. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ബോണ്ട്, കടപ്പത്രം, മറ്റ് സെക്യൂരിറ്റികൾ എന്നിവ വിറ്റുകിട്ടുന്ന ലാഭത്തിന് നികുതി കൊടുക്കണം. പാനും ആധാറുമായി ബന്ധിപ്പിച്ച് KYC പൂർത്തിയാക്കി ഡിമാറ്റ് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള എല്ലാ ഇടപാടുകളും ഫോറം 26AS കയറും. ഡിമാറ്റ് അക്കൗണ്ടിലൂടെ കിട്ടിയ വരുമാനം ഡിക്ലെയർ ചെയ്യാൻ ബാങ്കിൽ നിന്നോ ബ്രോക്കറുടെ പക്കൽ നിന്നോ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റായ NDSLന്റെയോ CDSLന്റെയോ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റും വാങ്ങണം. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഡിമാറ്റ് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യണം. ആദായ നികുതി വിവരങ്ങളിലേക്ക് അത് ആഡ് ചെയ്യണം. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ETF എന്നിവ വാങ്ങി ഒരു വർഷത്തിനകം വിറ്റ വകയിൽ കിട്ടിയ ലാഭമാണ് STGC അഥവാ ഹ്രസ്വകാല മൂലധന നേട്ടം. അതിന് 15% സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുക്കണം. നികുതി ഒഴിവ് പരിധിക്ക് താഴെയാണ് ആകെ വരുമാനമെങ്കിലും കൊടുക്കണം. 12 മാസത്തിൽ കൂടുതൽ സെക്യൂരിറ്റികൾ കൈവശം വെച്ചതിന് ശേഷം വിറ്റാൽ കിട്ടുന്ന ലാഭമാണ് ദീർഘകാല മൂലധന നേട്ടമെന്ന LTCG. 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഈ ആദായത്തിന് 10% നികുതി. ഡിവിഡന്റ് അഥവാ ലാഭവിഹിതവും ഓഹരികൾക്ക് കിട്ടുന്നുണ്ട്. ഇതിന് പ്രത്യേക നികുതി ഇല്ല. ഒരാൾക്ക് ബാധകമായ നികുതി സ്ലാബിന് അനുസൃതമായാണ് ഇതിന് നികുതി ഈടാക്കി വരുന്നത്. പ്രതിവർഷം 5000 രൂപയിൽ കൂടുതലാണ് ലാഭവിഹിതമെങ്കിൽ 10% പിടിച്ചിട്ടാണ് കമ്പനികൾ തരിക. ഡിമാറ്റിലുള്ള ഡെറ്റ് സെക്യൂരിറ്റി, ബോണ്ട് എന്നിവയിൽ നിന്നുള്ള പലിശയും വരുമാനമാണ് എന്നോർക്കണം. ഡിമാറ്റ് അക്കൗണ്ടിലെ വരുമാനം ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിക്ലെയർ ചെയ്യണം. മൂലധന നേട്ടമില്ലെങ്കിൽ ITR 1 ഫോറം, ബിസിനസ്സിൽ നിന്ന് വരുമാനമില്ലെങ്കിൽ ITR 2, ട്രേഡിംഗ് ആണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ITR 3 ഫോറം. മറ്റൊരു കാര്യം കൂടി പറയാം, ഡിമാറ്റ് അക്കൗണ്ടിൽ വിൽക്കാതെ നിൽപ്പുള്ള ഓഹരിക്കും മറ്റും നികുതി കൊടുക്കേണ്ട.